ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ പൂരിയാണ്. പൂരി സിമ്പിളായിട്ട് പൂരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് 1.5 സ്പൂൺ റവ, അതിലേക്ക് 1.5 സ്പൂൺ മൈദ, പിന്നെ 1.25 കപ്പ് ആട്ട, ഗോതമ്പ്, അത് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഒത്തിക്ക് കുറച്ച് ഓയിൽ ചേർക്കുക. കുറച്ച് ഓയിൽ ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഓയിൽ ചേർത്ത് കുഴയ്ക്കുമ്പോൾ ഒന്നും കൂടി മയമാവും, നന്നായി സോഫ്റ്റാവും. പിന്നെ നമ്മൾ റവ ചേർത്തിക്കുന്നത് ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്, അതിൽ പൊന്തിപ്പോൾ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് മൈദ ചേർത്ത് ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ട്. ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല, അപ്പോൾ തന്നെ കയ്യിലിട്ട് ഉരുളാക്കിയിട്ട് ഉരുട്ടിയതാക്കും. ഇത്ര വലിയ ഉരുളയാക്കണ്ട, ഇത് ഞാൻ ഒന്നും കൂടി ചെറുതാക്കിയിരിക്കണം. ഇതിനെ കൊണ്ട് കുറച്ചും കൂടി ചെറിയ ഉരുളയൊക്കെ. എന്നിട്ട് ഞാൻ പ്രസ് ചെയ്യില്ല, നമ്മൾ പത്തിരിയൊക്കെ പ്രസ് ചെയ്യില്ല, എന്നാൽ അതിലിട്ടിട്ടാണ് ഞാൻ പ്രസ് ചെയ്തിട്ടാണ് ഞാൻ പൂരി ഉണ്ടാക്കുന്നത്. ഞാൻ പൂരി പ്രസ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ മറന്നു, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പരത്തിയിട്ട് ചെയ്യുന്നവർക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് പരത്തി ചെയ്യാം, മൈദപ്പൊടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് പരത്തിയിട്ട് ചെറിയൊരു വട്ടത്തിലാക്കിയിട്ട് ഇതാക്കാം. പിന്നെ ഞാൻ പ്രസ് ചെയ്തിട്ടാണ് പൂരി ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ കറിക്കുള്ളത് ഇതിനൊപ്പം തന്നെ ഞാൻ കറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായി തോലക്കളയാം, സവാള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. അപ്പം ഞാൻ ആകെ ഇതാക്കണല്ലോ. പലവരും പല രീതിയിൽ ഉണ്ടാക്കുക, ഞാൻ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ, സിമ്പിളായിട്ട്. അപ്പോൾ സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ നമ്മളൊരു ഇതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം ചീനച്ചട്ടി എടുക്കുക, അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇടുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ സവാള, നമ്മൾ അരിഞ്ഞ സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഇതിക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പില്ലേ, നമ്മളെ ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് പരിപ്പിടില്ലേ, ഉഴുന്ന് പരിപ്പ് ഉണ്ടെങ്കിൽ കുറച്ചിടാം. അപ്പം ഞാൻ ഉഴുന്ന് പരിപ്പ് ഇടുന്നില്ല. മുളക് ഇടുന്നവർക്ക് മുളക് ഇടാം കേട്ടോ. പച്ചമുളക് ഇടുന്നത് കടുക് പൊട്ടിച്ചിട്ട് സവാള പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റും. കുറച്ച് കറിവേപ്പിലയും ചേർക്കും, നന്നായി വഴറ്റും. ഇതൊന്ന് കുറച്ച് ഉപ്പിടണം കേട്ടോ, അതിന് പെട്ടെന്ന് വഴണ്ട് കിട്ടും. നന്നായി കുറേ വേണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. അപ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കിയതിൻ്റെ ശേഷം ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇതിലേക്കിടാം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മുറിച്ചിരിക്കാനായിട്ടാണ്. ഇതിലും ചെറുതാക്കാൻ പറ്റും, ഇതിലും ചെറുതാക്കാം. അപ്പോൾ പെട്ടെന്ന് ഇവിടെ ബോളൊക്കെ എടുക്കാൻ പറ്റും.
എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചുടുവെള്ളം ഒഴിക്കുക. ചുടുവെള്ളം അല്ലെങ്കിൽ ചുടുവെള്ളം ഒഴിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളം ഒഴിക്കാനായിട്ട്. ചുടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടുണ്ട് ആവശ്യം നോക്കിയിട്ട് ഉപ്പിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കുക. നന്നായി വെന്ത് കഴിയുമ്പോൾ അതിന് സ്മാഷർ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതെടുത്തിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ പൂരി അവിടെ ഇതാക്കാൻ തുടങ്ങി. പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് പരത്തിയിട്ട് നന്നായി എണ്ണ കുറച്ച് വേണം, എന്നാലും പൂരി നന്നായി വീർത്ത് വരുള്ളൂ. അപ്പോൾ ഞാൻ നന്നായി സ്മാഷ് ചെയ്തെടുക്കുകയാണ്. നന്നായി ഉടച്ചെടുക്കുക. ഉടച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ കുറച്ച് കട്ടി പോലെ ആവും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്തെടുത്തിട്ട് നന്നായി ഉടച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കട്ടി പോലെ തോന്നുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് ഉടയ്ക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, പെട്ടെന്നാവും. വേണമെങ്കിൽ ഇതിൽ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടാൽ കേട്ടോ. കുറച്ച് എൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഇല്ലാത്ത കാരണം ഞാൻ മല്ലിച്ചപ്പ് ഇട്ടില്ല. ഇപ്പോൾ പൂരി പൂരി നല്ല പൊള്ളച്ച് വരുന്നതാണ്. അപ്പോൾ ഞാൻ അധികം എണ്ണയില്ലാതെ കുറച്ച് എണ്ണ, ഇപ്പം ഈ എണ്ണ ഞാൻ യൂസ് ചെയ്യില്ല. അപ്പോൾ ഞാൻ അധികം എണ്ണയില്ലാതെ കുറച്ച് എണ്ണയിലാണ് ഉണ്ടാക്കണത് പൂരിയൊക്കെ. എന്നാൽ ബാക്കി പിന്നെ കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് കണ്ടില്ല. അപ്പോൾ കുറച്ച് ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. അപ്പോൾ നമ്മളെ പൂരി മസാലയും റെഡി. പെട്ടെന്നാവും. പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ പൂരി മസാലയും റെഡിയാക്കാം. പ്രസ് ഉണ്ടെങ്കിൽ പെട്ടെന്നാവും. പൂരി ഇതാ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് നല്ല പൊള്ളച്ചൊന്ന് പൂരിയൊക്കെ ഉണ്ടായിരുന്നു. ചിലത് നമ്മളുടെ ചിലത് ഒന്ന് പൊള്ളക്കി വെച്ചില്ല, നന്നായി പൊള്ളയ്ക്കും. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, നന്നായി നല്ല സോഫ്റ്റ് പൂരി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സീ യു.